ഇന്ന് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലേ. അപ്പോൾ ഇന്നത്തെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് പാസ്റ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ഒരു പ്രവൃത്തി പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഞാൻ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. അതെങ്ങനെ പറയാ? ഞാൻ ഐ വാസ് റീഡിങ് എ ബുക്ക്. ഐ വാസ് റീഡിങ് എ ബുക്ക്. കഴിഞ്ഞ കാലത്തിൽ ഒരു കാര്യം പറയണല്ലേ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ എങ്ങനെയാ പഠിച്ചത്? സബ്ജക്റ്റ്, പിന്നെ ഈസ്, ആം, ആർ, പിന്നെ വേർബിന്റെ ing ചേർത്തു. ഇവിടെ ഒരു വ്യത്യാസം എന്താണ്? ഈസ്, ആം, ആറിന് പകരം നമ്മൾ വാസ്, വേർഡ്, ഇതാണ് നമ്മൾ വെക്കുന്നത്. അത്ര ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ എങ്ങനെ പറയാം? സബ്ജക്ട് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർഡ്, ദെൻ വേർബിന്റെ കൂടെ ing ചേർത്താൽ ഇങ്ങനെയുള്ള സെന്റൻസ് നമുക്ക് പറയാം. അപ്പൊ ഞാനൊരു ബുക്ക് വായിക്കായിരുന്നു, എങ്ങനെ പറയാം? ഐ വാസ് റീഡിങ് എ ബുക്ക്. ഐ വാസ് റീഡിങ് എ ബുക്ക്. ഇനി അവർ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു എന്നാണെങ്കിലോ, അവർ കുറെ ആളുകളുണ്ട്. അപ്പൊ ഒരാളാണെങ്കിൽ നമ്മൾ വാസ് വെക്കും, അതിന്റെ കൂടെ നമ്മൾ വാസ് വെക്കും. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വേർഡ് എന്നാ പറയാ, വേർഡ്. ഓക്കെ, അപ്പൊ ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇനി അവൾ ഉറങ്ങുകയായിരുന്നു എന്നാണെങ്കിലോ, അവൾ ഒരാളല്ലേ. ഷീ വാസ് സ്ലീപ്പിംഗ്. ഷീ വാസ് സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയായിരുന്നു. ഇനി നമുക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചാൽ അത് ക്വസ്റ്റ്യൻ ആക്കാൻ നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ കഴിഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ എങ്ങനെയാ ക്വസ്റ്റ്യൻ ആക്കിയത്? ആദ്യം ഈസ്, ആം, ആർ വെച്ചു, പിന്നെ സബ്ജക്ട്, then വേർബിന്റെ കൂടെ ing ചേർത്തു. അപ്പൊ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്താ വരാ? വാസ്, വേർഡ് നമ്മൾ ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ സബ്ജക്ട് വെച്ചു കൊടുക്കുക, വേർബിന്റെ കൂടെ ing വെക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആയി. സിമ്പിൾ. അപ്പോ നീ ഇന്നലെ പഠിക്കായിരുന്നോ എങ്ങനെ ചോദിക്കുക? നീ ഇന്നലെ, യുവിന്റെ കൂടെ വേർഡ് എന്നാണ് വരാ അല്ലെ. വേർ യു സ്റ്റഡിയിങ് യെസ്റ്റർഡേ? നീ ഇന്നലെ പഠിക്കുകയായിരുന്നോ? വേർ യു സ്റ്റഡിയിങ് യെസ്റ്റർഡേ? അപ്പോ അവൾ വായിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാ? അവൾ വാസ് ഷീ റീഡിങ്. വാസ് ഷീ റീഡിങ്. അപ്പൊ ക്വസ്റ്റ്യൻ ഫോം എങ്ങനെ ഉണ്ടാക്കുക? വാസ് അല്ലെങ്കിൽ വേർഡ്, ദെൻ സബ്ജക്റ്റിന്റെ കൂടെ വേർബിന്റെ കൂടെ ing ചേർത്ത് പറയാ. അവൾ വായിക്കായിരുന്നു എങ്ങനെ പറയാ? അവൾ വായിക്കുകയായിരുന്നോ? വാസ് ഷീ റീഡിങ്. വാസ് ഷീ റീഡിങ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവർ. were they playing cricket? ദേന്റെ കൂടെ വേർഡ് എന്നല്ലേ വെക്കുക. were they playing cricket? അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് വാസ് അല്ലെങ്കിൽ വേർഡ് ഫസ്റ്റ് വെക്കണം. ഓക്കെ അല്ലേ? വാസ് അല്ലെങ്കിൽ വേർഡ്. അപ്പൊ അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു എങ്ങനെ ചോദിക്കുക? were they playing cricket? were they playing cricket? ഇനി സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കണം അല്ലെ. അപ്പൊ നമ്മൾ സബ്ജക്റ്റ് വെക്കുക, പിന്നെ വാസ് അല്ലെങ്കിൽ വേർഡ്, ഇതിന്റെ കൂടെ നോട്ട് വെച്ചുകൊടുക്കുക, വേർബിന്റെ ing വെച്ചാൽ നമുക്ക് നെഗറ്റീവ് പറയാൻ പറ്റും. അപ്പോ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേർഡ്, നോട്ട്, വേർബിന്റെ ing ഫോം. ഞാൻ വായിക്കുകയായിരുന്നില്ല എങ്ങനെ പറയാ? ഐ വാസ് നോട്ട് റീഡിങ്. ഐ വാസ് നോട്ട് റീഡിങ്. ഞാൻ വായിക്കുകയായിരുന്നില്ല. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല. They were not playing cricket. They were not playing cricket. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല. അവൾ ഉറങ്ങുകയായിരുന്നില്ല. She was not sleeping. She was not sleeping. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. Please don't forget to subscribe, like and share my channel and see you in the next video. Thanks for watching.